ഈ തെരുവുനായ ശല്യവുമായൊക്കെ ബന്ധപ്പെട്ട് നായകളെ പലരും വെറുത്തു കഴിഞ്ഞു. നായകളെ കാണുമ്പോൾ പേടിയുള്ള ആളുകളുണ്ട്, ദേഷ്യമുള്ള ആളുകളുണ്ട്, അവയെ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അകാരണമായി ഇത്തരം നായകളോട് വിരോധം വെച്ചുകൊണ്ട് അവയെ ദ്രോഹിക്കുന്നതിന് എന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ എന്നറിയില്ല. എറണാകുളം പുത്തൻകുരിശിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 3 മാസം പ്രായമുള്ള നായക്കുട്ടിയോടാണ് വലിയ ക്രൂരത ചെയ്തിരിക്കുന്നത്. ലായനി ഒഴിച്ചതിന് പിന്നാലെ നായയുടെ കാഴ്ച നഷ്ടപ്പെട്ടു, ആന്തരികാവയവങ്ങൾക്കും പൊള്ളലേറ്റു. നായയുടെ ഉടമ നയന പോലീസിൽ പരാതി നൽകി. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, ആരാണ് ഈ മിണ്ടാപ്രാണിയോട് ഇത്തരം ഒരു ക്രൂരത ചെയ്തത്? ജിസി, വലിയ ക്രൂരത തന്നെയാണ് ഈ 7 മാസം പ്രായമുള്ള ഈ നായ്ക്കുട്ടിയോട്, 3 മാസം പ്രായമുള്ള ഈ നായ്ക്കുട്ടിയോട് ചെയ്തിരിക്കുന്നത്. പുത്തൻകുരിശ് സ്വദേശിയായിട്ടുള്ള നയനയുടെ വളർത്തു മൃഗമാണ്. നയനയും വീട്ടുകാരും പുറത്തുപോയ സമയത്ത് വീട്ടിൽ കൂട്ടിനുള്ളിൽ കിടന്ന നായ്ക്കുട്ടിയുടെ മുഖത്തും അതുപോലെ തന്നെ ശരീരങ്ങളിലും കെമിക്കൽ ലായനി ഒഴിച്ചു കൊണ്ടാണ് പുത്തൻകുരിശിൽ നൽകിയിരിക്കുന്ന പരാതി. അതുപോലെ തന്നെ ഈ നായ്ക്കുട്ടിയുടെ ആന്തരികാവയവങ്ങൾക്കടക്കം പരിക്കുണ്ട്, കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം നായ്ക്കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. അയൽക്കാരോ മറ്റ് സമീപത്തുള്ള ആളുകളോ ആകാം ഇത് ചെയ്തത് എന്നാണ് നയന പറയുന്നത്. അത്തരത്തിലാണ് പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് അന്വേഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വീട്ടുകാർ പുറത്തുപോയ സമയത്ത് പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ അവശനായി കിടക്കുന്ന നായ്ക്കുട്ടിയാണ് കണ്ടത്. തുടർന്നാണ് ഇത്തരത്തിൽ പോലീസിനെ വിളിക്കുകയും പോലീസും കൂടി ചേർന്ന് ഇത്തരത്തിൽ നായ്ക്കുട്ടി ആശുപത്രിയിൽ എത്തിക്കുകയും ആദ്യഘട്ടത്തിലൊക്കെ മറ്റേതെങ്കിലും മൃഗം ആക്രമിച്ചതാണോ എന്നതടക്കമുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോഴാണ് കെമിക്കൽ ലായനി നായ്ക്കുട്ടിയുടെ മുഖത്തും ശരീരത്തുമൊക്കെ ഒഴിച്ചതാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത്തരത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. യെസ് ലിഡിയ, എന്തായാലും വലിയ ക്രൂരതയാണ് ആ നായ്ക്കുട്ടിയോട് ചെയ്തിരിക്കുന്നത്. ആസിഡാണ് ഒഴിച്ചാണ് അതിനെ പൊള്ളിച്ചിരിക്കുന്നത്. ആന്തരികാവയവങ്ങൾക്കൊക്കെ കേടുപാട് വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ലിഡിയ ജേക്കബ് പങ്കുവച്ചത്.